തലസ്ഥാന നഗരത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ വീണ്ടും രാഷ്ട്രീയ ഭൂകമ്പം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയെ തടയാൻ കോൺഗ്രസ് പുതിയ കരുനീക്കങ്ങൾ നടത്തുമ്പോൾ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് കെ മുരളീധരന്റെ ആ പ്രസ്താവനയിലേക്കാണ്. ഭരണം അട്ടിമറിക്കാനില്ല, പക്ഷേ LDFുമായി സഹകരിക്കും. കേൾക്കുമ്പോൾ വൈരുദ്ധ്യം എന്ന് തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുണ്ട്. എന്താണ് മുരളീധരന്റെ ഈ പുതിയ തിരുവനന്തപുരം പ്ലാൻ എന്ന് നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. എന്നാൽ അധികാരം നിലനിർത്താൻ LDFിന് പ്രതിപക്ഷ പിന്തുണ അനിവാര്യമായ സാഹചര്യമാണുള്ളത്. ഇവിടെയാണ് കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ പക്വത തെളിയിക്കുന്നത്. കേവലം അധികാരം പിടിച്ചെടുക്കുക എന്നതല്ല, മറിച്ച് മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് അടിവരയിടുന്നു. ബി.ജെ.പിയെ മാറ്റി നിർത്താൻ LDFുമായി സഹകരിക്കുമെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കുമ്പോൾ അത് താൽക്കാലികമായ ഒരു രാഷ്ട്രീയ സഖ്യമല്ല, മറിച്ച് വർഗീയതയ്ക്കെതിരെയുള്ള ഒരു വൻമതിലാണ്. എന്തുകൊണ്ടാണ് മുരളീധരൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്? അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ വളരെ വ്യക്തമാണ്. കോർപ്പറേഷൻ ഭരണത്തിൽ വിവാദ വിഷയങ്ങൾ ബി.ജെ.പി തന്നിഷ്ടപ്രകാരം പാസാക്കാൻ അനുവദിക്കില്ല. പ്രത്യേകിച്ചും മതപരമായ പ്രാർത്ഥനകൾ അടിച്ചേൽപ്പിക്കാനോ ഭരണഘടനാ വിരുദ്ധമായ അടയാളങ്ങൾ പ്രദർശിപ്പിക്കാനോ ഉള്ള നീക്കങ്ങൾ ഉണ്ടായാൽ പ്രതിപക്ഷത്തുള്ള സമാന ചിന്താഗതിക്കാരുമായി ചേർന്ന് അതിനെ ചെറുക്കും. ബി.ജെ.പി തങ്ങളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവിടെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് LDFിനൊപ്പം നിൽക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഭരണം അട്ടിമറിച്ച് ഒരു അസ്ഥിരത ഉണ്ടാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് മുരളീധരൻ ആവർത്തിക്കുന്നുണ്ട്. വികസന കാര്യങ്ങളിൽ തടസ്സം നിൽക്കില്ല. ബി.ജെ.പിക്ക് ഭരിക്കാൻ കഴിയുമെങ്കിൽ അവർ ഭരിക്കട്ടെ, വികസനം നടപ്പിലാക്കട്ടെ. എന്നാൽ തൃശൂരിൽ അവർ പരാജയപ്പെട്ടതുപോലെ തിരുവനന്തപുരത്തും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. നഗരത്തിന്റെ നന്മയ്ക്കും സമാധാനത്തിനുമാണ് കോൺഗ്രസ് മുൻഗണന നൽകുന്നത്. ഈ തീരുമാനത്തിന് പിന്നിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ദീർഘവീക്ഷണവുമുണ്ട്. കേവലം ഒരു കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതിനേക്കാൾ ഉപരിയായി ബി.ജെ.പിയുടെ വളർച്ചയെ തടയാൻ മതേതര വോട്ടുകൾ ഭിന്നിക്കരുത് എന്ന തിരിച്ചറിവാണ് കോൺഗ്രസിനെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഇത് കേരളത്തിലെ മതേതര ജനതയ്ക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. കെ മുരളീധരന്റെ ഈ വാക്കുകൾ രാഷ്ട്രീയ എതിരാളികളെ പോലും ചിന്തിപ്പിക്കുന്നതാണ്. അധികാരത്തോടുള്ള ആർത്തിയല്ല, മറിച്ച് തത്വങ്ങളോടുള്ള കൂറാണ് ഇവിടെ പ്രകടമാകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ പുതിയ നീക്കം കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നഗരസഭയുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇപ്പോൾ ചില മതങ്ങളുടെ മാത്രം പ്രാർത്ഥനകൾ ചൊല്ലുക, അംഗീകരിക്കാത്ത അടയാളങ്ങൾ പ്രദർശിപ്പിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷത്തുള്ള സമാന ചിന്താഗതിക്കാരുമായി ഞങ്ങൾ അതിനെതിരായി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എല്ലാവരും ഒരുമിച്ച് അക്കാര്യത്തിൽ നിൽക്കും. പക്ഷേ ഭരണം അട്ടിമറിക്കാൻ ഞങ്ങളില്ല.